വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിന്റെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 2025-26 ഒരു മാത്സ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 3 ഈസ് ആഡഡ് ടു ടോയ്സ് എ നമ്പർ, ഒരു നമ്പറിന്റെ ടോയ്സിനോട് ഇരട്ടിയോട് 3 ആഡ് ചെയ്യുക. ദ റിസൾട്ട് ഈസ് 101. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 101 ആയിരിക്കും. ഫൈൻഡ് ദ നമ്പർ. അങ്ങനെയാണെങ്കിൽ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ 49 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ദ ഇന്നർ ആംഗിൾ ടു ദ ഔട്ടർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ 7:2. What is the measure of an outer angle? The ratio of the inner angle to the outer angle of a regular polygon. ഒരു റെഗുലർ പോളിഗണിന്റെ ഇന്നർ ആംഗിളിന്റെയും ഔട്ടർ ആംഗിളിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 7:2 ആണ്. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആൻ ഔട്ടർ ആംഗിൾ? അങ്ങനെയാണെങ്കിൽ ഔട്ടർ ആംഗിളിന്റെ മെഷർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40 ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ് ബിലോ. താഴെ 2 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എ ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ. ഡയമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, സർക്കിളിന്റെ ഏറ്റവും ലോങ്സ്റ്റ് കോഡ് എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത്, ദ ഡയമീറ്റർ ഈസ് എ കോഡ് ദാറ്റ് ഗോസ് ത്രൂ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് അത് എന്താണ്, ഈ കോഡ് എന്താണ്, സെന്ററിൽ കൂടെ, സർക്കിളിന്റെ സെന്ററിൽ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കടന്ന് പോകുന്നുണ്ടാവുക. അപ്പൊ ഐഡന്റിഫൈ ദ കറക്റ്റ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഈ 2 സ്റ്റേറ്റ്മെന്റുകളുടെ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ബി ഇസ് ദ റീസൺ ഫോർ എ. 2 സ്റ്റേറ്റ്മെന്റും എന്താണ്, കറക്റ്റ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. വീണ്ടും കുറച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. എ പാരലോഗ്രാം വിത്ത് ഈക്വൽ സൈഡ്സ് ഈസ് റോംബസ്. Next, the diagonal of a rhombus are all of equal length. Third one, a rhombus has diagonals that are perpendicular bisectors of each other. Fourth one, the opposite sides of a rhombus are not parallel. ഇതിൽ 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. A parallelogram with equal sides is rhombus. അല്ലേ? പാരലോഗ്രാം ഈക്വൽ സൈഡ്സും ആണെങ്കിൽ അതെന്താണ്, അതൊരു റോംബസ് ആണ്. മൂന്നാമത്തെ എന്താണ്, എ റോംബസ് ഹാസ് ഡയഗണൽസ് ദാറ്റ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ഈച്ച് അതർ. നെക്സ്റ്റ് സെക്ഷൻ ബിയിലെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ദ നമ്പർ ഓഫ് ഗേൾസ് ഇസ് 16 ലെസ് ദാൻ ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ രാജുസ് ക്ലാസ്. ഇഫ് ദർ ആർ 28 ഗേൾസ് ഇൻ ദ ക്ലാസ്, ഹൗ മെനി ബോയ്സ് ആർ ദർ? എന്താ പറഞ്ഞിരിക്കുന്നത്? The number of girls is 16 less than twice the number of boys in Raju's class. രാജുവിന്റെ ക്ലാസ്സിലെ ആൺകുട്ടികളുടെ ആൺകുട്ടികളുടെ നമ്പറിന്റെ 2 ഇരട്ടി ആൺകുട്ടികളുടെ നമ്പറിന്റെ 16 ലെസ് ചെയ്താൽ, അതിൽ നിന്ന് 16 ലെസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്. ഗേൾസ് 16 ലെസ് ദാൻ ട്വൈസ് ദ നമ്പർ ഓഫ് ബോയ്സ്. ബോയ്സിന്റെ 2 ഇരട്ടിയിൽ നിന്ന് 16 മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ഗേൾസിന്റെ എണ്ണം. ഇഫ് ദർ ആർ 28 ഗേൾസ് ഇൻ ദ ക്ലാസ്, ആ ക്ലാസ്സിൽ 28 ഗേൾസ് ഉണ്ട്. അപ്പൊ ഹൗ മെനി ബോയ്സ് ആർ ദർ? അങ്ങനെയാണെങ്കിൽ രാജുവിന്റെ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുക, ബോയ്സിന്റെ നമ്പറിനെ നമുക്ക് എന്തെന്ന് എടുക്കാം, എക്സ് എന്ന് എടുക്കാം. ബോയ്സിന്റെ നമ്പറിനെ എക്സ് എന്ന് എടുക്കാം. നമ്പർ ഓഫ് ഗേൾസ് എത്രയായിരിക്കും? ഇതിന്റെ ബോയ്സിന്റെ എണ്ണത്തിന്റെ 2x - 16 അല്ലേ? ബോയ്സിന്റെ എണ്ണത്തിന്റെ 2 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, 16 മൈനസ് ചെയ്യണം. അപ്പൊ 2x - 16 = എന്ന് പറയുന്നത് എത്രയാണ്? ഗേൾസിന്റെ എണ്ണം 28 ആണ്. ഇതിലിനി 2x ഇവിടെ നിർത്തുക. 16 =ന് കൊണ്ടുപോയിട്ട് -16 ആണ്. അതിന് =ന് കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യും, പ്ലസ് ആയിട്ട് മാറും അല്ലെ? അപ്പൊ 28 പ്ലസ് എന്തായി, 16. 28 പ്ലസ് 16 എന്നായി. അപ്പൊ 2x എന്ന് പറയുന്നത് 28 പ്ലസ് 16 കൂട്ടുമ്പോൾ 44 എന്ന് കിട്ടും. 2x എന്ന് പറയുന്നത് എത്രയാണ്, 44 കിട്ടി. ഇനി അപ്പൊ എക്സിന് ഇവിടെ നിർത്തുക. ഇവിടെ ഇൻറ്റു ആണ് ചെയ്തത്. 2 × x = 44 എന്നാണ്. അപ്പൊ ഇൻറ്റു ചെയ്തേക്കുന്നത് =ന് പോകുമ്പോൾ വീണ്ടും ഡിവിഷൻ ആവും അല്ലെ? x = 44 / 2 എന്നാവും. 44/2 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് 22. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 22 ആണ്. ബോയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 22 ആയിരിക്കും. അതാണ് 5ാമത്തെ ഉത്തരം.
ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. ഇവിടെ രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. -10 -4. നെക്സ്റ്റ് 1 1/2 -7 1/2. ഇതിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിന്റെ വാല്യൂ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെന്ന് നോക്കാം. നോക്കൂ, -10 -4 ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? -x+y എന്നുള്ള ഫോമിലേക്ക് ഇതിനെ മാറ്റണം. -x -y എന്ന ഇക്വേഷനെ നമ്മൾ എന്ത് ഫോമിലേക്ക് മാറ്റി? -x+y എന്ന ഫോമിലേക്ക് മാറ്റി. അപ്പൊ മൈനസ് പ്ലസ് 10 + 4. അപ്പൊ 10 + 4 എന്ന് പറഞ്ഞാൽ 14. അതിന്റെ കൂടെ എന്ത് ചിഹ്നം ചേർത്തു? മൈനസ് ചിഹ്നം ചേർത്തു. അപ്പൊ -x - y എന്ന ഫോം ഏത് രൂപത്തിലേക്ക് മാറും? -x+y എന്ന ഫോമിലേക്ക് മാറുകയാണ്. നെക്സ്റ്റ് 1 1/2 -7 1/2 ആണ്. ഇതിപ്പോ x - y എന്ന ഫോമിലാണ് കിടക്കുന്നത്. ഇതെങ്ങനെ മാറ്റാം നമുക്ക്? എന്താണ് 7 y - x എന്നുള്ള ഫോമിലേക്ക്. ഇവിടെ ഏത് ഇക്വേഷൻ വരുന്നത്? -y - x എന്നുള്ള ഇക്വേഷനാണ് വരുന്നത്. അപ്പൊ 7 1/2 - 1 1/2 = -6. ഇക്വേഷൻസ് നോക്കി വെച്ചിരിക്കുക. ഇവിടെ -x+y എന്ന ഫോമിലേക്കും ഇവിടെ ഏതാണ്? -y - x എന്നുള്ള ഇതിലേക്കാണ് വരുന്നത്. അപ്പോൾ അരയും പോയി. പിന്നെ 7 നിന്ന് 1 മൈനസ് ചെയ്താൽ 6 അല്ലേ? അപ്പൊ -6 എന്ന ഉത്തരം കിട്ടും. ഇതാണ് ഇതിന്റെ ഉത്തരം. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ. In the figure, the area of triangle ABD is 10 square centimeter and the area of triangle ADC 12 square centimeter. ഒരു ട്രയാങ്കിൾ ABDയുടെ ഏരിയ എന്ന് പറയുന്നത് 10 സ്ക്വയർ സെന്റിമീറ്ററും അനദർ ട്രയാങ്കിൾ ADCയുടെ 12 സ്ക്വയർ സെന്റിമീറ്ററുമാണ്. What is the ratio of BD is to DC? Second question, if BD is equal to 6 centimeter, what is the length of CD? BD 6 സെന്റിമീറ്റർ ആണെങ്കിൽ CDയുടെ ലെങ്ത് എത്ര എന്നാണ്. അപ്പൊ ആദ്യം കാണേണ്ടത് BD is to DC എന്ന റേഷ്യോ അല്ലെ? വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് BD is to DC? സെക്കൻഡ് കാണുന്നത് BD 6 സെന്റിമീറ്റർ ആണെങ്കിൽ CD അല്ലെങ്കിൽ DC എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം. ഏഴാമത്തെ. A line drawn from any vertices of a triangle to the opposite side divides the side and the area of the triangle in the same ratio. So BD is to DC എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10:12. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 5:6 ആയിരിക്കും. 5:6 എന്നായിരിക്കും അല്ലേ? BD is to DC എന്ന് പറയുന്നത് 10:12. സൈഡ്സ് 10:12. 10 എന്ന് പറയുന്നത് 5 അല്ലേ? 5 into 2 10 അല്ലേ? 6 into 2 12. 5 into 2 10ഉം 6 into 2 12ഉം. അപ്പൊ അവിടെ വരുന്നത് 5:6 എന്നുള്ള റേഷ്യോ ആയിരിക്കും. 10ഉം 12ഉം നമുക്ക് സൈഡ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൽ സൈഡ്സ് ആയിട്ട് ഏരിയ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 10 സ്ക്വയർ സെന്റിമീറ്റർ ഏരിയ ആയിട്ട് പിന്നെ 12 സ്ക്വയർ സെന്റിമീറ്ററും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേഷ്യോ വരുന്നത് എങ്ങനെയായിരിക്കും? റേഷ്യോ വരുന്നത് 10:12 എന്നാണ്. അപ്പൊ അതിന്റെ റേഷ്യോ 5:6 എന്ന റേഷ്യോ വരും. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് BD 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? BD 6 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BD is to DC എന്ന് പറഞ്ഞാൽ 5:6 എന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 5:6 ആണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? അതായത് BD എന്ന് പറയുന്നത് 6 is to DC is equal to 5:6 എന്നാണ് അല്ലേ? അപ്പോ 6 ഈ DCനെ ഇവിടെ നിർത്തുക. DCനെ ഇവിടെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. 6നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ 6 into 6 36. 5 into DC 5 into DC 2 അല്ലെ? 6നെ ഇങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ 6 into 6 36. അപ്പൊ 36 is equal to എങ്ങനെ കിട്ടും നമുക്ക്? 36 is equal to 5 into DC എന്നാണ് കിട്ടുന്നത്. വലിയ DC വീണ്ടും മാറ്റി നിർത്താം. അപ്പൊ 36/5 ഇവിടെ ഇൻറ്റു ചെയ്തേക്കുന്നത് 36 അടിയിൽ വന്ന് ഡിവൈഡ് ആവും അല്ലെ? 36/5. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7.2 സെന്റിമീറ്ററിന് ഉത്തരം കിട്ടും. നെക്സ്റ്റ് 8th ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് ഓഫ് 2.25 സെന്റിമീറ്റർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
എന്താണ് ഒരു സർക്കിൾ വരയ്ക്കാനാണ്. റേഡിയസ് എന്ന് പറയുന്നത് 2.25 2.25 റേഡിയസിൽ സെന്റിമീറ്റർ റേഡിയസിൽ എന്ത് ചെയ്യണം, സർക്കിൾ വരയ്ക്കണം. റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതാണ് റേഡിയസ് എന്ന് പറയുന്നത് അല്ലേ. ഫുൾ ആണെങ്കിൽ നമ്മൾ ഡയമീറ്റർ, ഇതിന്റെ ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ സർക്കിളിന്റെ റേഡിയസ് 2.25 സെന്റിമീറ്റർ ആയിട്ടുള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് വരയ്ക്കുക? ആദ്യം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡ്രോ എ ലൈൻ ലെങ്ത് 4.5 സെന്റിമീറ്റർ വിച്ച് ഈസ് 2.25 സെന്റിമീറ്റർ. അതാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ഇതിന്റെ ഹാഫ് ആണ് എന്തെന്ന് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫുൾ ഡയമീറ്റർ എത്രയായിരിക്കും, 2.25 പ്ലസ് 2.25, അതായത് 2.25 ഇൻറ്റു 2 എന്ന് ചെയ്താലും മതി. അപ്പൊ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 4.5 എന്നാണ് കിട്ടുന്നത് അല്ലേ. 4.5 സെന്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 2.25 ഇൻറ്റു 2 എന്ന് ചെയ്താൽ മതി. 2.25 സെന്റിമീറ്റർ, ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടണം, 4.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പൊ 4.5 സെന്റിമീറ്റർ ഉള്ള ഒരു ലൈൻ വരയ്ക്കുക. ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ ഡിവൈഡിങ് ടു 2 ഈക്വൽ പാർട്സ് ഓഫ് എ 2.25 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് എന്താണ് നിങ്ങളുടെ കോമ്പസിൽ പെൻസിൽ വെച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വയ്ക്കണം. അപ്പൊ ഇത് കൂടുതൽ എടുത്തിട്ട് എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ഈ സൈഡിൽ നിന്നും സൈഡിൽ നിന്നും എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് അതിനെ കട്ട് ചെയ്യുക. ഈ ലൈനിൽ കൂടെ കട്ട് ചെയ്യുക. ഡിവൈഡിങ് 2 ഈക്വൽ പാർട്സ് ഓഫ് 2.25 സെന്റിമീറ്റർ വിത്ത് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ആസ് എ സെന്റർ. ഈ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത് സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ റേഡിയസ് എത്ര കിട്ടും, 2.5 സെന്റിമീറ്റർ കിട്ടും. 2.25 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് 4.5 സെന്റിമീറ്റർ എടുക്കുക. അവിടെ നിന്ന് എന്ത് ചെയ്യണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് അതിന്റെ ലൈൻ കണക്ട് ചെയ്ത് വരയ്ക്കുക. അപ്പൊ അതിന്റെ മിഡ് പോയിന്റ് കിട്ടും. അപ്പൊ അതിന്റെ രണ്ട് ഭാഗവും കട്ട് ചെയ്യുന്ന ഭാഗം 2.25 സെന്റിമീറ്റർ വെച്ച് റേഡിയസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ഒരു സർക്കിള് വരയ്ക്കുന്നത്. പിന്നെ ഈ റേഡിയസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ റേഡിയസ് എടുത്തിട്ട് കുത്തിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സർക്കിൾ അതിന് ചുറ്റും വരയ്ക്കുക. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. 9th question. Four numbers in a calendar are joined together to form a square. കലണ്ടറിലെ 4 നമ്പേഴ്സ് കൂടി ചേർന്ന് കഴിയുമ്പോൾ എന്താണ്, അതൊരു സ്ക്വയർ പോലെ. കലണ്ടർ ജോയിൻ ടുഗദർ ടു ഫോം എ സ്ക്വയർ. വാട്ട് ഈസ് സം ഓഫ് ദീസ് നമ്പേഴ്സ്? ഈ നമ്പറിന്റെ സം എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ സം ഓഫ് ദീസ് നമ്പേഴ്സ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 numbers in the calendar from a square, there is sum is 44. ഇവിടെ വേറെ പറഞ്ഞിരിക്കുകയാണ് എന്താണ്, ഒരു കലണ്ടറിലെ 4 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് സ്ക്വയർ സം എന്ന് പറയുന്നത് 44ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് എഴുതാം. ആദ്യം ഇവിടെ തന്നിരിക്കുന്ന കോളത്തിന്റെ സം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് സം 44 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കോളത്തിൽ വരുന്ന സ്ക്വയറിൽ വരുന്ന കോളംസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. സം ഓഫ് ദ നമ്പേഴ്സ് എന്ന് പറഞ്ഞത് അവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്, 2ഉം 3ഉം 9ഉം 10 പ്ലസ് 10ഉം അല്ലെ. അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 24 കിട്ടും. ആദ്യത്തെ സിമ്പിൾ ആണ്. ആ 4 നമ്പേഴ്സും കൂടി നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് സം കിട്ടും. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് ആ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഈ 4 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോൾ 24 കിട്ടുമെന്നാണ്. അപ്പൊ നമുക്ക് അറിയാത്ത നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ആദ്യത്തെ നമ്പറിന് നമ്മൾ എന്തെന്ന് എടുത്തു, എക്സ് എന്ന് എടുത്തു. ഇവിടെ കണ്ടോ, ആദ്യത്തെ നമ്പർ 2 ആണെങ്കിൽ ഈ 2നോട് 1 കൂട്ടുമ്പോഴാണ് അടുത്ത നമ്പർ കിട്ടണത്. എത്ര, 3. അപ്പൊ എക്സിനോട് എന്ത് കൂട്ടണു, 1 കൂട്ടുമ്പോൾ കിട്ടുന്നതാണ് അടുത്ത നമ്പർ. അപ്പൊ x+1 അല്ലേ. രണ്ടാമത്തെ നോക്കിയേ, 3നോട് പിന്നെ എത്ര കൂട്ടുമ്പോൾ 7 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 3 വീണ്ടും നമുക്ക് 7 അല്ലേ. 3 കഴിഞ്ഞിട്ട് പിന്നെ 7 ആഡ് ചെയ്തുമ്പോഴാണ് എന്ത് ചെയ്യണത്, നമുക്ക് 9 കിട്ടണത്. അപ്പൊ x+7 എന്ന് വന്നു. x+7 എന്ന് വന്നു. നെക്സ്റ്റ് 1 ആഡ് ചെയ്യുന്നു. അപ്പൊ x+8 എന്ന് വന്നു. അപ്പൊ x+x+1 x+7 x+8 അല്ലേ. നമ്മുടെ ഡേയ്സ് പോലെ ഇപ്പൊ തിങ്കൾ കഴിഞ്ഞ പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ നെക്സ്റ്റ് തിങ്കൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഇത് അപ്പൊ x+1 തൊട്ടടുത്തുള്ള നമ്പർ. ഇത് ഇപ്പൊ 2 ആണെങ്കിൽ ഇത് 3. പിന്നെ ഇതിനോട് 7 കൂട്ടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സ് എന്ന് പറഞ്ഞ നമ്പർ. ഇവിടെ 2 ആണെങ്കിൽ 2നോട് 7 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക, 9 കിട്ടുക അല്ലേ. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറഞ്ഞ നമ്പർ 2 അല്ലേ. 2നോട് 7 കൂട്ടിയപ്പോഴാണ് ഇവിടെ 9 കിട്ടിയത്. 7+2 9 കിട്ടിയത്. പിന്നെ ഈ 2നോട് 8 കൂട്ടി അല്ലെങ്കിൽ ഈ
അടുത്തതിനോട് ഒരു നമ്പർ കൂടുതൽ മതി. അപ്പൊ 8നോട് 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് എത്ര കിട്ടിയത്? 10 കിട്ടിയത്. അപ്പൊ ഈ ഫോമിലാണ് ഈ ഓൾജിബ്രിക് ഫോം എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ആകെ മൊത്തം എത്ര എക്സ് ഉണ്ട്? നമുക്ക് മൊത്തം 4 എക്സ് ഉണ്ട്. അപ്പൊ 4 എക്സ് പ്ലസ് പിന്നെ നമ്പേഴ്സ് നോക്കുക, 7 പ്ലസ് 8 പ്ലസ് 1. അപ്പൊ എത്രയാണ്? 16. അപ്പൊ 4 എക്സ് പ്ലസ് 16 എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? 44 എന്ന് പറയുന്നത്. ഇതിൽ നമ്പേഴ്സിനെ നമുക്ക് ഒരുമിച്ച് ചേർക്കാം. 4 എക്സിനെ അവിടെ നിർത്താം. 4 എക്സ് അവിടെ നിന്ന് കഴിയുമ്പോൾ 44ന്റെ അടുത്തേക്ക് പ്ലസ് 16 അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മൈനസ് ആയി. പ്ലസ് ചിഹ്നം ഈക്വൽ ടു അപ്പുറത്ത് ചെന്നപ്പോ മൈനസ് ആയി. അപ്പൊ 44 മൈനസ് 16 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28 ആണ് കിട്ടുന്നത്. എത്രയാണ്? 28. അപ്പൊ 4x എന്ന് പറയുന്നത് 28 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 4 ഇൻറ്റു എക്സ് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. 4x എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് എന്നാണ്. മക്കൾക്ക് എപ്പോഴും മാറിപ്പോകും ഇങ്ങനെ ഇത്. അപ്പൊ 4x എന്നാണ്. 4x എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എക്സ് എന്നാണ്. അപ്പൊ ഇൻറ്റു ചെയ്തിരിക്കുന്നത് ഇക്വൽ ടു അപ്പുറം പോകുമ്പോൾ എന്തായി? ഡിവൈഡ് ആയി. അപ്പൊ എക്സ് ഇസ് ഇക്വൽ ടു 28/4. 28/4 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്ന നമ്പർ എത്രയാണ് വരുന്നത്? 7 ആണ്. അപ്പൊ ഇത് 7 ആണെങ്കിൽ അടുത്തത് എന്താണ്? 7 പ്ലസ് 1 എത്രയാണ്? 8 ആണ്. അടുത്തത് എത്രയാണ്? 7 പ്ലസ് 7. 7 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 14. നെക്സ്റ്റ് എക്സ് പ്ലസ് 1 കൂടി, അപ്പൊ എത്രയാണ്? 15. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുന്നത് 7, 8, 14, 15. ഇത് ഇത്രയും കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് സം എത്ര കിട്ടുന്നത്? 44 കിട്ടുന്നത്. ഓക്കെ മക്കളെ, നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യനിൽ ഓവർ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ വിത്ത് പെരിമീറ്റർ ഓഫ് 32 meter is 1 meter more than twice its width. What are the length and width of the rectangle? ഇതാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞത്, റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32 meter ആണ്. 1 meter more than twice its width എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ? ഈ റെക്ടാംഗിളിന്റെ ലെങ്ത്തും വിഡ്ത്തും എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ ഇതിന്റെ ആൻസർ കണ്ടെത്തണം നോക്കാം. നോക്കൂ, പെരിമീറ്റർ ഓഫ് റെക്ടാംഗിൾ എന്ന് പറയുന്നത് 32 meter ആണ്. ദ പെരിമീറ്റർ ഓഫ് ദ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 32 meter ആണ്. അപ്പോ ലെങ്ത് പ്ലസ് വിഡ്ത്ത് എന്ന് പറയുന്നത് 32/2 ആയിരിക്കും, അതായത് 60 meter. എങ്ങനെയാണ് 32/2 എന്ന് വന്നത്? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? 2 × L+B എന്ന് പറയുന്നത്. 2 × L+B is equal to 32 ആണ്. ഈ 2 ഈക്വൽ ടുവിനപ്പുറം പോകുമ്പോൾ എന്താവും? L+B. 2നെ ഇൻറ്റു ചെയ്തത് ഈക്വൽ ടുവിനപ്പുറം പോകുമ്പോൾ 32/2 എന്നായി, അതായത് 16 meter എന്നായി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് x meter, then the length is എങ്ങനെയായിരിക്കും? 2x + 1 meter. അവർ പറഞ്ഞിട്ടുണ്ട് ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിളിന് നമ്മൾ റെക്ടാംഗിളിന്റെ വിഡ്ത്തിനെ എന്തായിട്ട് എടുക്കുന്നു? x meter എന്ന് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്തായിരിക്കും? 2x + 1 meter ആയിരിക്കും. അത് നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2x + 1 meter ആയിരിക്കും. അപ്പൊ 2x + 1 നമുക്ക് ഈ L+B അതിനെ ആഡ് ചെയ്യാം. ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തു? 2x + 1 എന്ന് എടുത്തു. അതായത് നമ്മൾ വിഡ്ത്തിനെ നമ്മൾ എന്താക്കി എടുക്കുന്നു? x എന്ന് എടുക്കുന്നു. അപ്പൊ L, അതായത് വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്തിനെ നമ്മൾ x ആയിട്ട് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലെങ്ത് എന്ന് പറയുന്നത് 2x + 1. മുകളിൽ ക്വസ്റ്റ്യനിൽ ഈ ക്ലൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 2x + 1 meter എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2x + 1 എന്തെടുക്കും? പ്ലസ് x എന്ന് എടുക്കും. അപ്പോൾ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ 2x + 1 എന്ന് എടുത്തു. ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എക്സ് എന്ന് എടുത്തു അല്ലെ. ബ്രെഡ്ത്ത് നമ്മൾ എന്താ എടുത്തു? എക്സ് എടുത്തു. അപ്പോൾ 2x + 1 + x is equal to എത്രയാണ്? 16 എന്ന് കിട്ടി. 2x + 1 എന്ന് പ്ലസ് x എന്ന്, അപ്പൊ 2x-ഉം x-ഉം എന്ന് പറയുന്നത് 3x. 3x + 1 is equal to എന്താണ്? 16 എന്ന് കിട്ടി. അപ്പൊ 3x-നെ ഇവിടെ നിർത്തുക, 1 അപ്പുറം പോവാ. അപ്പോൾ 3x-നെ അവിടെ നിർത്തി 16ന്റെ അടുത്തേക്ക് 1 പോകുമ്പോൾ -1 ആയി. +1 മൈനസ് ഈക്വൽ ടു അപ്പുറം പോയപ്പോൾ -1 ആയി. അപ്പൊ 16ൽ നിന്ന് 1 പോയാൽ 15 അല്ലേ. അപ്പൊ 3x = 15 കിട്ടി. ഇനി x-നെ അവിടെ നിർത്തുക, 3നെ ഇൻറ്റു ചെയ്തേക്കാണ്, അത് ഇവിടെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പൊ 15/3 എന്ന് പറഞ്ഞു കിട്ടി. 15/3 എന്ന് പറഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 5 എന്നാണ് ഉത്തരം കിട്ടുന്നത്. അപ്പോ നമുക്ക് x എന്ന് പറയുന്നത്, അതായത് വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 5 എന്ന് കിട്ടി. അപ്പൊ ഇതെങ്ങനെയായിരിക്കും? 2 × 5 + 1. അപ്പൊ 10 + 1 എത്രയാണ്? 11. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് 11ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്?
5 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ വിഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ 5 മീറ്റർ, ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ 11 മീറ്റർ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. In the figure, angle AOB 60 degree. Angle AOB 60 degree and AB is equal to 3 centimeter. അങ്ങനെയെങ്കിൽ കാൽക്കുലേറ്റ് ദ അതർ 2 angles ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിന്റെ മറ്റ് 2 ആംഗിൾസ് കണ്ടുപിടിക്കുക. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഡിയസ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഇസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? അപ്പോൾ 10ാമത്തെ ഉത്തരം നോക്കൂ. OA is equal to OB. രണ്ടും റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. ഞാൻ അവിടെ വരച്ചിരുന്നു. OA is equal to OB. രണ്ടും അല്ലേ? ഈ OA എന്ന് പറയുന്നത് റേഡിയസ് ആണ്, OB എന്ന് പറയുന്നതും റേഡിയസ് ആണ്. അപ്പൊ OA is equal to OB. അത് നമ്മൾ ആദ്യം തന്നെ എടുത്തെഴുതുക. പിന്നെ സിൻസ് OA ആൻഡ് OB ആർ 2 ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ. OAയും OBയും ഈക്വൽസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സ് ആണ്. അപ്പൊ AOB ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ദം ആർ ഓൾസോ ഈക്വൽ. അങ്ങനെയാണെങ്കിൽ ദ ആംഗിൾസ് ഓപ്പോസിറ്റ് ദം ആർ ഓൾസോ ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ A is equal to എന്തായിരിക്കും? ആംഗിൾ A is equal to ആംഗിൾ B. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ AOB is equal to എത്രയാണ്? 180 ആണ്. 3 ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A ആംഗിൾ B ആംഗിൾ AOB എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഇസ് ഇക്വൽ ടു 180. ആംഗിൾ A പ്ലസ് ആംഗിൾ B അവിടെ നിർത്തുക. 16 ഇക്വൽ ടു അപ്പുറം കൊണ്ടുപോയി മൈനസ് ചെയ്യുക. പ്ലസ് 16 ഇക്വൽ ടു അപ്പുറം പോകുമ്പോൾ മൈനസ് ആയി. അപ്പോൾ 180 മൈനസ് 60 എന്ന് പറയുന്നത് എത്രയാണ്? 120. അപ്പൊ ആംഗിൾ Aയും ആംഗിൾ Bയും കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആംഗിൾ Aയും ആംഗിൾ Bയും കൂട്ടുമ്പോൾ 120 കിട്ടും. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇത് രണ്ടും അതിന്റെ പകുതി വീതമായിരിക്കും അല്ലെ? ഇത് രണ്ടും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ ബി, OAയും OBയും ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടും അതിന്റെ റേഡിയസ് ആണ്. OAയും OBയും അതിന്റെ റേഡിയസ് ആണ്. ഈ ട്രയാങ്കിളിന്റെ റേഡിയസ് അല്ല, ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇതും ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ 180ൽ നിന്ന് എന്ത് ചെയ്യണം? ഈ 60 മൈനസ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടി? 120 കിട്ടി. 120ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ടിന്റെയും ഹാഫ് എടുക്കണം. 120/2 അല്ലെ? രണ്ടും ഈക്വൽ. അപ്പൊ എത്ര കിട്ടി? 60. അപ്പൊ ഓരോ ആംഗിളും എത്ര തന്നെയാണ്? 60 വെച്ചിട്ട് കിട്ടി. അപ്പൊ ഇത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ? 60 60 60. അപ്പോ ഇത് മൂന്നും സെയിം ആണ്. 60 ഡിഗ്രി വെച്ചിട്ടാണ്. 3 ആംഗിളും 60 ഡിഗ്രി വെച്ചിട്ട്. ഇങ്ങനെയാണ് ഇത് ചെയ്യണത്. 180ൽ നിന്ന് ആദ്യം എന്ത് ചെയ്താൽ മതി? 180ൽ നിന്ന് 60 മൈനസ് ചെയ്യുക. അപ്പൊ 120 കിട്ടും. ഇപ്പൊ രണ്ട് ആംഗിളും സെയിം ആയതുകൊണ്ട് തന്നെ 120/2 ചെയ്യുക. അപ്പൊ എത്ര കിട്ടി? 60. അപ്പൊ ഈ ആംഗിൾ 60, ഈ ആംഗിളും 60 ആയിട്ട് കിട്ടി. ദ അതർ 2 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ആർ ഈച്ച് 60. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സിൻസ് ഓൾ ദ 3 ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ AOB ആർ ഈക്വൽ, ഇറ്റ് ഈസ് ദ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ആംഗിൾ ആണ്? ട്രയാങ്കിൾ ആണ്, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് OA is equal to OB, AB is equal to 3 cm. അപ്പൊ എല്ലാ സൈഡ്സും എന്ത് തന്നെയായിരിക്കും? 3 cm ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഓൾ ആംഗിൾസ് ആർ ഈക്വൽ അല്ലെ? 60 60. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പൊ AB എന്ന് പറഞ്ഞാൽ 3 cm ആണെങ്കിൽ AOയും 3 cm ആയിരിക്കും, OBയും 3 cm ആയിരിക്കും. സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓൾ ആംഗിൾസ് ആർ ഈക്വൽ ആയിരിക്കും. 11th question. Draw a triangle with one side of 4.5 cm and an area of 9 square centimeter. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ വരയ്ക്കാനാണ്. അതിന്റെ വൺ സൈഡ് 4 cm ആണ്. ഏരിയ എന്ന് പറയുന്നത് 9 square centimeter ആണ്. അപ്പൊ എങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. 9 square centimeter ആണ് തന്നിട്ടുണ്ട്. ഒരു സൈഡ്, അതായത് നമുക്ക് ബേസ് ആക്കി എടുക്കാം. 4.5 cm ആണ്. ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു B ഇൻറ്റു H. അപ്പൊ ഏരിയ എന്ന് നമുക്ക് തന്നിട്ടുണ്ട് 9, പിന്നെ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറയുന്നത് 4.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈറ്റ് നമുക്ക് അറിയില്ല. അപ്പോ ഇസ് ഇക്വൽ ടു ഇവിടെ 1/2 എന്ന് പറയുന്നത് ഇക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ എന്താ? ഇവിടെ ഡിവൈഡ് ചെയ്തേക്കാണ്. അത് ഇക്വൽ ടുവിന് അവിടെ പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. ഇക്വൽ ടുവിന്റെ അപ്പുറം പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. ഇവിടെ ഡിവൈഡ് ആണ് ചെയ്തിരിക്കുന്നത്. അത് ഇക്വൽ ടുവിന് അപ്പുറം പോകുമ്പോൾ ഇൻറ്റു ആയിട്ട് മാറും. അപ്പൊ 2 × 9. 2 × 9 എന്ന് പറഞ്ഞാൽ 18. 18 ഈസ് ഇക്വൽ ടു പിന്നെ എന്താണുള്ളത്? അവിടെ 4.5 ഇൻറ്റു ഹൈറ്റ് ആണുള്ളത്. അപ്പൊ ഹൈറ്റിനെ അവിടെ നിർത്തിയിട്ട്
18 എവിടെ കൊണ്ടുപോയി എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 18/4.5, അതായത് നമുക്ക് എത്ര കിട്ടി? ഹൈറ്റ് എന്ന് പറഞ്ഞത് 4 സെന്റിമീറ്റർ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 4.5 സെന്റിമീറ്ററിൽ ലെങ്ത് വരച്ചിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് 4 സെന്റിമീറ്ററിൽ പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് അതിന് രണ്ട് എൻഡും കൂട്ടിമുട്ടിച്ചിട്ട് ട്രയാങ്കിൾ മേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ അപ്പോൾ 9 സ്ക്വയർ സെന്റിമീറ്റർ ആയിട്ട് വരും. നെക്സ്റ്റ് 11ൽ തന്നെയുള്ള ഓർ ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 37 ഡിഗ്രി. 37 ഡിഗ്രി ആംഗിളിൽ ഒരു ഇത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആംഗിൾ എങ്ങനെ വരയ്ക്കാം എന്ന് നോക്കാം. നമുക്കറിയാം 37 ഡിഗ്രി തന്നതാണ്. അത് നമുക്ക് എടുക്കാൻ പ്രയാസമാണ് അല്ലേ? 37 ഡിഗ്രി. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? നമ്മൾ 75, 37 പ്ലസ് 37 എത്രയാണ് കിട്ടുന്നത്? 75 അല്ലേ? 75ആണ്. അപ്പൊ ആദ്യം ഒരു ലൈൻ വരച്ചിട്ട് എന്ത് ചെയ്യണം? 75 ഡിഗ്രിയിലെ ആംഗിൾ മേക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം? ഇവിടുന്ന് ആർക്ക് എടുത്തിട്ട് ഇവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യണം? ഒരു ആംഗിൾ ബൈസെക്ടർ ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും വരച്ചിട്ട് ഇതിനെ ജോയിൻ ചെയ്യിക്കുക. അപ്പൊ രണ്ട് സൈഡും എത്ര വെച്ചിട്ട് കിട്ടും? 37 ഡിഗ്രി വെച്ചിട്ട് കിട്ടും. ആദ്യം 75 രണ്ടും കൂടെ കൂട്ടിയിട്ട് 37 പ്ലസ് 37 കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? 75 ഡിഗ്രി. അപ്പൊ 75 ഡിഗ്രിയിലായിരിക്കണം നമ്മൾ ആംഗിൾ എടുക്കേണ്ടത്. എന്നിട്ട് ആംഗിൾ ബൈസെക്ടർ വരച്ചിട്ട് നമ്മളത് ചെയ്യേണ്ടത്. Next 12th question. In a circle with the center OC is a perpendicular to AB. If PQ is equal to 8 cm. PQ 8 cm ആണ്. Find PC. അങ്ങനെയാണെങ്കിൽ PC ഫൈൻഡ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ PC കണ്ടുപിടിക്കാനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ AP is equal to BQ. APയും BQയും ഒരേ ഈക്വൽ ലെങ്ത് ആണെന്ന് നമ്മളോട് ഇത് ചെയ്യാം. അപ്പൊ രണ്ട് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഒന്ന് എന്താണ്? നമ്മളോട് PCയുടെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. PQ എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ PC എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ APയും QB അല്ലെങ്കിൽ BQവും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ തെളിയിക്കാം? 12th ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ PQ എന്ന് പറയുന്നത് ഈ ലെങ്ത് ഇത്രയെന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. PC എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പകുതി ആയിരിക്കില്ലേ? അപ്പൊ PC is equal to എത്രയാണ്? 8/2, അതായത് 4 സെന്റിമീറ്റർ ആയിരിക്കും. PC നമുക്ക് കിട്ടി എത്രയാണ്? 4 സെന്റിമീറ്റർ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് APയും ഈ BQവും ഈക്വൽ ആണെന്ന് തെളിയിക്കാൻ. BQവും APയും ഈക്വൽ ആണെന്ന് തെളിയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The perpendicular from the center of the circle to the chord bisect the chord. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? AC is equal to BC. AC is equal to BC. AC is equal to BC എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ PC is equal to QCയും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ AC മൈനസ് PC is equal to എന്താണ്? BC മൈനസ് QC. അതായത് സിയും പോയി, ഇവിടെ നിന്നും സിയും പോയി. അപ്പൊ എന്താണുള്ളത്? AP is equal to എന്താണ്? BQ. ഇങ്ങനെയാണിത് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. 4/9 ഇവിടെ തന്നിട്ടുണ്ട് 0.444, 5/9 0.555, 6/9 0.66. അങ്ങനെയാണെങ്കിൽ സിംപ്ലിഫൈ ദ ഫോളോയിങ്. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഈ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. മുകളിൽ കിടക്കുന്നതിന്റെ കൂടെ നമ്മൾ എന്താണ് അല്ലേ, അടിയിൽ 9 ഇട്ടാൽ മതി അല്ലേ. അപ്പൊ 0.333 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? 3/9. ഇതിൽ എയുടെ ആൻസർ എന്തായിരിക്കും? 3/9. അടുത്തത് എന്തായിരിക്കും? ബിയുടെ ആൻസർ എന്തായിരിക്കും? 2/9 ആയിരിക്കും. 2/9 അല്ലേ, 9 ഇട്ടാൽ മതി. പിന്നെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 0.2222 ഹോൾ സ്ക്വയർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൻ്റെ 3/9, 2/9. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇത് പ്ലസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങളോട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 3/9ഉം 2/9ഉം കൂട്ടണം. അപ്പൊ 3 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5/9 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 5/9 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 5/9 എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതുപോലെ ഇത് ചെയ്ത പോലെ അല്ലെ, 5ന്റെ അല്ലെ 0.5555 എന്ന് വരും. ഇത് തമ്മിൽ പ്ലസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളോട് പറഞ്ഞത് 0.2222 ഹോൾ സ്ക്വയർ ചെയ്യാനാണ്. അതായത് 2/9 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. 2/9 ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടുക. അപ്പൊ അതെന്താണ്?
4/81 2ന്റെ സ്ക്വയർ 4, 9ന്റെ സ്ക്വയർ 81. അപ്പൊ എന്താ കിട്ടുന്നത്? 4/81 എന്ന് കിട്ടും. 40th question. Which polygon has the sum of outer angles half the sum of its inner angle? അതായത് ഒരു പോളിഗണിന്റെ ഔട്ടർ ആംഗിൾസിന്റെ ആകെ സം എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ സം എന്ന് പറയുന്നത് അതിന്റെ ഇന്നർ ആംഗിൾസിന്റെ ആകെ സമ്മിന്റെ പകുതിയാണ് എന്ന്, അതായത് ഹാഫ് ഓഫ് ദ സം ആണ് എന്നുള്ളതാണ്. അത് ഏത് എന്താണ് പോളിഗൺ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു പോളിഗണിന്റെ ഔട്ടർ ആംഗിളിന്റെ സമ്മ് അതിന്റെ ഇന്നർ ആംഗിളിന്റെ ആകെ സമ്മിന്റെ പകുതിയുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഹെക്സഗൺ ആണ്. ഏതാണ്? ഹെക്സഗൺ ആണ്. നെക്സ്റ്റ്, ഹൗ മെനി സൈഡ്സ് ഓഫ് ദിസ് പോളിഗൺ? ഈ പോളിഗണിന്, അതായത് ഹെക്സഗണിന് എത്ര സൈഡ് ഉണ്ട്? 6. അതുകൊണ്ടാണല്ലോ അതിന് 6 എന്ന് പറയുന്നത്. 5 ആണെങ്കിൽ എന്തായിരിക്കും? പെന്റഗൺ ആയിരിക്കും അല്ലേ? അപ്പോ എത്രയാണ്? 6 ഹെക്സഗൺ ആണ്. അതുകൊണ്ട് അതിന് സൈഡുകൾ 6 എണ്ണായിരിക്കും. ഇനി ഇഫ് ഇറ്റ് ഈസ് എ റെഗുലർ പോളിഗൺ വാട്ട് ഈസ് ദ മെഷർ ഓഫ് വൺ ഇന്നർ ആംഗിൾ? ഇതൊരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഇതിന്റെ ഇന്നർ ആംഗിളിന്റെ മെഷർ എത്രയാണെന്നാണ് ചോദിച്ചിരുന്നത്. ഇതൊരു റെഗുലർ പോളിഗൺ ആണെങ്കിൽ ഇതിലെ ഒരു ഇന്നർ ആംഗിളിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സഗണിന്റെ ഒരു ഇന്നർ ആംഗിളിന്റെ അളവ് എന്ന് പറയുന്നത് 120 ഡിഗ്രി ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, what is the measure of one inner angle of a regular polygon with one side less than this polygon? അങ്ങനെയാണെങ്കിൽ ഈ പോളിഗണിന്റെ ഒരു വശം എന്താണ്? ഒരു സൈഡ് കുറവുള്ള ഒരു റെഗുലർ പോളിഗണിന്റെ ഒരു ഇന്നർ ആംഗിളിന്റെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 108 ഡിഗ്രിയാണ്. 108 ഡിഗ്രി ആയിരിക്കും. 15th question. The sides of a triangle are in the ratio 3:5:7. The smallest side is 36 cm shorter than the largest side. Find the length of the sides of the triangle. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 3:5:7 ആണ്. ദ സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ലാർജസ്റ്റ് സൈഡ്. ലാർജസ്റ്റ് സൈഡിനേക്കാൾ 36 സെന്റിമീറ്റർ കുറവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് 3:5:7 ആണ്. ഇഫ് ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ബൈ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഈസ് ടേക്കൺ ആസ് എക്സ്. ലെങ്ത് നമ്മൾ എന്താണ്? ഒരു എക്സ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഓരോ സൈഡിനെ. അപ്പോൾ ഫസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 3x സെന്റിമീറ്റർ ആയിരിക്കും. സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 5x ആയിരിക്കും. തേർഡ് സൈഡ് എന്ന് പറയുന്നത് 7x സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് 36 സെന്റിമീറ്റർ ലെസ് ദാൻ ദ ലാർജസ്റ്റ് സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്മോളസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് സൈഡിനേക്കാളും 36 സെന്റിമീറ്റർ കുറവായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3x ആണ്. അപ്പൊ 3x എന്താണ്? 7x. ലാർജസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? 7x ആണ്. അപ്പൊ ലാർജസ്റ്റ് സൈഡിനേക്കാൾ 36 കുറവ്. അപ്പൊ 7x മൈനസ് 36. അപ്പോൾ 36 നെക്സ്റ്റ് ഉള്ളതിനൊക്കെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 36 അവിടെ നിർത്തി. 7x 36 അങ്ങോട്ടേക്ക് വന്നപ്പോൾ മൈനസ് ആയി. 7x മൈനസ് 3x ആയിട്ട് മാറി. അപ്പൊ 7x 3x പോയാൽ എത്രയാണുള്ളത്? 4x ആണ്. 7x 4x പോയാൽ 3x പോയാൽ ബാക്കി 4x. 7x 3x പോയാൽ ബാക്കി 4x. അപ്പൊ 36 എന്ന് പറയുന്നത് 4x ആയിട്ട് മാറി. അപ്പൊ എക്സിനെ നമ്മൾ പുറത്ത് നിർത്തുക. ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നു അല്ലെ? ഇൻറ്റു ചെയ്ത് ഇക്വൽ ടു അപ്പുറം പോകുമ്പോൾ എന്താവും എന്നാണ് ഞാൻ പറഞ്ഞത്? ഡിവൈഡ് ആവുന്നു അല്ലേ? അപ്പൊ x is equal to 36/4 എന്ന് കിട്ടും. അപ്പൊ 36/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 9. അപ്പൊ x എന്ന് പറയുന്നത് എത്രയാണ്? 9 ആണ്. അപ്പൊ ഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 3 into 9 ആണ്. അപ്പൊ 27 സെന്റിമീറ്റർ ആണ്. സെക്കൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ 5 into 9 ആയിരിക്കും അല്ലെ? 5x എന്നല്ലേ പറഞ്ഞത്? 5x വാല്യൂ ആണ് 9 എന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ 5 into 9 45 സെന്റിമീറ്റർ ആണ്. തേർഡ് സൈഡ് എന്ന് പറഞ്ഞാൽ 7x ആണ്. അപ്പൊ 7 into 9 63 സെന്റിമീറ്റർ. അപ്പൊ റേഷ്യോ കറക്റ്റ് ആയിട്ട് വന്നു. 3:5:7 എന്നുള്ള റേഷ്യോയില് നമുക്ക് കിട്ടി. നെക്സ്റ്റ് 15ലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ എ ലൈൻ എ ബി ഓഫ് ലെങ്ത് 30 സെന്റിമീറ്റർ ആൻഡ് മാർക്ക് പോയിന്റ് പി ഓൺ ഇറ്റ് സച്ച് ദാറ്റ് എ പി ഇസ് ടു പി ബി ഇസ് ഇക്വൽ ടു 3:5. അപ്പൊ നമ്മൾ ഒരു ലൈൻ എ ബി എന്ന് പറയുന്നത് വരയ്ക്കുക. ലെങ്ത്തില് 13 സെന്റിമീറ്റർ ആണ് എ ബി എന്ന് പറയുന്നത്. ആൻഡ് മാർക്ക് പോയിന്റ് പി ഓൺ ഇറ്റ് സച്ച് ദാറ്റ് എ പി ഇസ് ടു പി ബി ഇസ് ഇക്വൽ ടു 3:5. അപ്പോ
എങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം 13 സെന്റിമീറ്റർ ആണ്. എ പി ഇസ്റ്റ് പി ബി എന്ന് പറയുന്നത് 3:5 ആണ്. ഇഫ് ദ നമ്പർ ടു ബി മൾട്ടിപ്ലൈഡ് ഈസ് ടേക്കൺ ആസ് എക്സ് എന്നാണെങ്കിൽ എ പിന് നമ്മൾ എന്തായിട്ട് എടുത്തു? 3x അല്ലേ? എ പിന് നമ്മൾ 3x ആയിട്ട് എടുത്തു. മോളിൽ തന്ന അല്ലേ എ പി എന്താണ്? 3x ആണ്. പി ബി എന്ന് പറയുന്നത് എന്താണ്? 5x ആണ്. അപ്പൊ എ പി പ്ലസ് ഇത് 3യും ഇത് 5 അല്ലേ? അപ്പൊ 3x പ്ലസ് എന്താണ്? 5x. പി ബി എന്ന് പറയുന്നത് 5x എ പി എന്ന് പറയുന്നത് 3x. ഈ 3:5 നിന്നാണ് കേട്ടോ 3x 5x കിട്ടുക. അപ്പൊ 3x പ്ലസ് എ പി പ്ലസ് പി ബി എ പി പ്ലസ് പി ബി എന്ന് പറയുന്നതാണ് എന്ത്? എ ബി എന്ന് പറയുന്നത് ഫുൾ ലെങ്ത് 13 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എ പി അപ്പൊ 3x പ്ലസ് 5x ഇസിക്കൽ ടു 13 എന്ന് കിട്ടി. അപ്പൊ 3 5 8x ഇസിക്കൽ ടു 13 എന്ന് കിട്ടി. അപ്പൊ x ഇസിക്കൽ ടു 13/8 എന്ന്. എക്സിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കണം. 13/8 എന്ന് കിട്ടി അല്ലേ? ഇനി എ പി കണ്ടുപിടിക്കാം. എ പി ഇസിക്കൽ ടു 3 ഇൻറ്റു എക്സിന്റെ വാല്യൂ 13/8 എന്നാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 39/8 എന്ന് കിട്ടി. അതായത് 39/8 എന്ന് പറഞ്ഞാൽ 4.9 സെന്റിമീറ്റർ ആണ്. പി ബി എന്ന് പറഞ്ഞാൽ 5x ആണ്. അപ്പൊ 5 ഇൻറ്റു എക്സിന്റെ വാല്യൂ 13/8 എന്നാണ്. അപ്പോൾ 5 ഇൻറ്റു 30 അല്ലേ? 65/8 എന്ന് കിട്ടി. 65/8 എന്ന് കിട്ടി. 13 ഇൻറ്റു 5 ചെയ്യണം. അപ്പോൾ 65/8 എന്ന് കിട്ടി. അപ്പോൾ 65/8 ചെയ്യുമ്പോൾ 8.1 സെന്റിമീറ്റർ എന്ന് കിട്ടി. അതായത് പി ബി എന്ന് പറയുന്നത് ഈ പി ബി എന്ന് പറയുന്ന ലെങ്ത് 8.1 സെന്റിമീറ്റർ ആയിരിക്കും. എ പി എന്ന് പറയുന്നത് 4.9 സെന്റിമീറ്റർ ആയിരിക്കും. 16ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കൺസ്ട്രക്ട് ട്രയാങ്കിൾ എ ബി സി വിത്ത് എ ബി 6 സെന്റിമീറ്റർ, ആംഗിൾ എ 50 ഡിഗ്രി ആൻഡ് ബി 60 ഡിഗ്രി, ആംഗിൾ ബി 60 ഡിഗ്രി. ഡ്രോ ദ സർക്കം സർക്കിൾ ഓഫ് എ ട്രയാങ്കിൾ എ ബി സി ആൻഡ് റൈറ്റ് ഡൗൺ ദ സർക്കം റേഡിയസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എ ബി സി എന്ന ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്ത എ ബി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ആംഗിൾ എ 50 ഡിഗ്രി ആയിരിക്കും, ആംഗിൾ ബി 60 ഡിഗ്രി ആയിരിക്കും. ഡ്രോ എ സർക്കം സർക്കിൾ വരയ്ക്കുക. ട്രയാങ്കിളിന്റെ സർക്കം സർക്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ എ ബി സിയുടെ ആൻഡ് റൈറ്റ് ഡൗൺ ദി സർക്കം റേഡിയസ്. അതിന്റെ സർക്കം റേഡിയസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്? ആദ്യം നമ്മൾ എ ബി എന്ന രീതിയിൽ 6 സെന്റിമീറ്റർ ലെങ്ത്തിൽ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എ ബി 6 സെന്റിമീറ്റർ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എ ബി 6 സെന്റിമീറ്റർ വരയ്ക്കുക. ആംഗിൾ എ എത്രയാണ്? 50 ഡിഗ്രി. അപ്പോൾ നിങ്ങൾ പ്രൊട്രാക്ടറോടെ വെച്ചിട്ട് 50 ഡിഗ്രി അളന്നെടുത്തിട്ട് വരയ്ക്കുക. ആംഗിൾ ബി എന്ന് പറയുന്നത് എത്രയാണ്? 60 ഡിഗ്രി ആണ്. കൺസ്ട്രക്ട് ട്രയാങ്കിൾ എ ബി സി. എന്താണ് ട്രയാങ്കിൾ എ ബി സി? എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ രണ്ട് ഭാഗത്തു നിന്നും എടുത്തിട്ട് ഡ്രോ എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി 2 സൈഡ്. രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ രണ്ട് ഭാഗത്തു നിന്നും വരയ്ക്കണം. രണ്ട് ഭാഗത്തു നിന്നും പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ഏതെങ്കിലും രണ്ട് പോയിന്റിൽ നിന്ന് അല്ലേ? ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി 2 സൈഡ്സ്. ഏതെങ്കിലും രണ്ട് സൈഡിൽ നിന്ന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ദ പോയിന്റ് വെയർ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ദ സർക്കം സെന്റർ. ആ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സർക്കം സെന്റർ എന്ന് പറയുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ഒ എന്ന് പറയുന്നത്. ഒ എന്ന് പറയുന്നത് ഈ രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടറും മീറ്റ് ചെയ്യുന്ന ഈ പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സർക്കം സെന്റർ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ രണ്ട് സൈഡിൽ നിന്നും വരച്ചിട്ട് എന്ത് ചെയ്യണം? രണ്ട് ഇതും കൂട്ടി മുട്ടുന്ന സെന്റർ പോർഷൻ അല്ലേ? അതാണ് സർക്കം സെന്റർ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒ ആയിട്ട് എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ഡ്രോ എ സർക്കിൾ വിത്ത് ഒ ആസ് ദ സെന്റർ ആൻഡ് ഒ എ ആസ് ദ റേഡിയസ്. എന്നിട്ട് ഇത് റേഡിയസ് ആയിട്ട് എടുക്കുക. ഒ എയോ അല്ലെങ്കിൽ ഒ ബിയോ എന്താണ്? റേഡിയസ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അവിടെ കുത്തിയിട്ട് എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കുക. അതാണ് ഒ എയോ അല്ലെങ്കിൽ ഒ ബിയോ എന്തായിട്ട് എടുക്കണം? റേഡിയസ് ആയിട്ട് എടുക്കണം. ഡ്രോ എ സർക്കിൾ വിത്ത് ഒ ആസ് ദ സെന്റർ ആൻഡ് ഒ എ ആസ് ദ റേഡിയസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് സർക്കം റേഡിയസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യാണ് വേണ്ടത്. 3.2 സെന്റിമീറ്ററിന് കിട്ടും. അപ്പൊ ആദ്യം എ ബി എന്ന നിലയിൽ 6 സെന്റിമീറ്റർ വരയ്ക്കുക. ആംഗിൾ എ 50 ഡിഗ്രി വരയ്ക്കുക. ആംഗിൾ ബി 60 ഡിഗ്രി വരച്ചിട്ട് ട്രയാങ്കിൾ എ ബി സി ഉണ്ടാക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ രണ്ട് സൈഡിൽ നിന്ന് എടുത്തിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ രണ്ട് സൈഡിലേക്കും കോമ്പസിൽ കുത്തിയിട്ട് വരയ്ക്കുക. എന്നിട്ട് രണ്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ മീറ്റ് ചെയ്യുന്ന പോർഷൻ ആണ് എന്തെന്ന് പറയുന്നത്? സെന്റർ, സർക്കം സെന്റർ എന്ന് പറയുന്നത്. അതിനെ O എന്ന് എടുക്കുക. അവിടെ നിന്ന് എന്താണ്? നമ്മൾ റേഡിയസ് അല്ലെ? ഒ എ അല്ലെങ്കിൽ ഒ ബി എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? റേഡിയസ് എന്ന് പറയുന്നത്. അത് മെഷർ ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് എന്താണ്? നമ്മൾ സർക്കം റേഡിയസും മെഷർ ചെയ്യുക. ആംഗിളിലും നമ്മൾ
മെഷർ ചെയ്യുക, എന്നിട്ട് സർക്കം റേഡിയസ് ചെയ്ത്. ഇവിടെ സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ 3.2 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മാത്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.